Hallelujah. What a weak response, right? Is that the way to praise our God? Shall we give a better shout of hallelujah to the Lord? Hallelujah. Hallelujah. Amen. കർത്താവിന്റെ നാമത്തിന് മഹത്വം കരേറ്റുന്നു. ഇന്ന് രാവിലെ അനുഗ്രഹീതമായ ആരാധനാ സമയങ്ങൾ കർത്താവ് നമുക്ക് നൽകിയല്ലോ. May God's name be glorified. God has been giving us blessed worship sessions this morning. അതേ ആറ്റിറ്റ്യൂഡില് അതേ ഭാവത്തിൽ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ ആയിരിക്കാം. So let us be in the presence of God with the same attitude, with same prayer. നമ്മൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ച ടോപ്പിക്ക് ആ വിഷയം തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So I want to continue the same topic we have started a few weeks ago. Emotional health of a Christian. Understanding and handling depression എന്നുള്ളതാണ് നമ്മൾ തുടങ്ങിയത്. And the subject we have been talking about is the emotional health of a Christian, understanding and handling depression. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം 13-ാം വാക്യം ഓർക്കുമല്ലോ. And you recall Proverbs chapter 15 verse 13. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. A happy heart makes the face cheerful, but a heartache crushes the spirit. അപ്പോൾ ഒരു സന്തോഷമുള്ള ഹൃദയം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. So a cheerful face, it is essential for us. അങ്ങനെ നമുക്ക് മുഖപ്രസാദത്തോടെ ജീവിപ്പാനിടയാകും. So we will be able to live cheerfully that way. ഹൃദയത്തിൽ വ്യസനത്തോടെ ജീവിക്കുകയാണെങ്കിൽ നമുക്കുള്ള ധൈര്യവും കൂടെ ചോർന്നു പോകും. So if you live with pain, heartache in your heart, then all the joy that you have will be lost. അതുകൊണ്ട് നമ്മുടെ ദൈവവചനത്തിൽ നമുക്ക് ചിന്താകുലപ്പെടരുത്, വ്യാകുലപ്പെടരുത് എന്നുള്ള ടീച്ചിങ് തുടർമാനമായിട്ട് നമുക്ക് കാണാം. So throughout the scripture the word of God admonishes us not to worry or be worried about things of life. നമ്മൾ പല കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. So we have talked about many aspects of that throughout this last weeks. എന്താണ് ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം എന്നത്? So we have talked about what is depression. എങ്ങനെയാണ് നമ്മുടെ ആങ്സൈറ്റീസ് പലപ്പോഴും നമ്മുടെ ഉത്കണ്ഠകൾ പലപ്പോഴും നമ്മെ വിഷാദ രോഗത്തിലേക്ക് നടത്തുന്നത്. So also our anxieties lead us into depression. We talked about that. എന്താണ് ഇങ്ങനെയുള്ള ആങ്സൈറ്റിയുടെ അഥവാ ഡിപ്രഷന്റെ സിംപ്റ്റംസ് എന്താണ്, അടയാളങ്ങൾ എന്താണ്? We also talked about the symptoms or the signs of depression. ബൈബിളിൽ ഇങ്ങനെയുള്ളവർക്ക് എക്സാമ്പിൾസ് ഉണ്ടോ, ഉദാഹരണങ്ങളുണ്ടോ? And we also thought about does the Bible talk about examples of this? സെക്യുലർ ലൈഫിൽ അഥവാ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടവരുടെ ക്രിസ്ത്യൻ ഹിസ്റ്ററിയിൽ അങ്ങനെയുള്ള ഉദാഹരണങ്ങളുണ്ട്. And we also looked at the secular life or Christian history where there are people of God who went through the same situation. ഇതെല്ലാം നമ്മൾ കണ്ടു. We have seen all this. അതിനോട് ചേർന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കോൺസിക്വൻസസ് ഓഫ് എ ബ്രോക്കൺ സ്പിരിറ്റ്, നമ്മുടെ ഹൃദയ തകർച്ചയോടെ വ്യസനത്തോടെ നാം ജീവിച്ചാൽ, വിഷാദത്തോടെ ജീവിച്ചാൽ അതിന്റെ ഫലങ്ങൾ, പരിണിത ഫലങ്ങൾ എന്താണെന്ന് കണ്ടു. We also talked about the consequences of living with depression and anxiety in your life last week. കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങിയ മറ്റൊരു ഭാഗമാണ് എങ്ങനെയാണ് നമ്മുടെ ഈ വിഷാദ രോഗം നമുക്കുണ്ടെങ്കിൽ അഥവാ ആങ്സൈറ്റീസ് നമുക്കുണ്ടെങ്കിൽ, വിഷാദത്തിലേക്ക് നടത്തുവാൻ കാരണമാകുന്ന ആങ്സൈറ്റി നമുക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ നമ്മൾ തിരിച്ചറിയുന്നത്. And we also talked about how to recognize the anxiety as it leads to depression. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, ഇത് ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയിട്ടല്ല ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. So I want to repeat it one more time. I'm not talking to you as a psychologist. ഒരു പാസ്റ്റർ ആയിട്ട് ഒരു സ്പിരിച്വൽ സൊല്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ കാണാം. I am speaking to you as a pastor, as a spiritual authority. ആത്മീകമായിട്ടുള്ള കാഴ്ചപ്പാടിൽ എങ്ങനെ നാം ഇതിനെ കാണണം, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ കാണണം, അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എങ്ങനെ കാണണം. And how do we deal with this issue from the background of the biblical principles as well as in our practical life? മൂന്ന് വിവിധ രീതികളിൽ നമുക്ക് വിഷാദത്തിലേക്ക് അഥവാ വിഷാദ രോഗത്തിലേക്ക് നമ്മൾ നടത്തപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കണ്ടു. And we also talked about the three different ways we can be led to depression. ഒന്ന്, നമ്മുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തം നമ്മൾ പലപ്പോഴും വിഷാദത്തിന് അടിമകളാണ്. And first thing is because of the
the pressures of our circumstances, we could be led to depression. രണ്ട്, നമ്മുടെ മെയ്ക്ക് കൊണ്ട്, നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് നമ്മൾ വിഷാദത്തിലേക്ക്. The second thing, based on your genetic makeup, you could be led to depression. മറ്റ് ചിലർക്ക് ആത്മീകമായ കാരണങ്ങളായിരിക്കാം അവരുടെ വിഷാദത്തിനുള്ളത്. But the third reason could be that spiritual reasons you may be led to depression. ജീവിതത്തിൽ പാപം വെച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ള ചിന്ത, ഇതെല്ലാം അതിന് മുഖാന്തരമാകാം. And it could be that you are holding sin and you continue to live in a sinful life. Those could be also possible reasons for depression. ചിലർക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, ചിലരെ സംബന്ധിച്ച് ഇതെല്ലാം കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തേക്കാം. Or some of you may be one thing, but some people may have all three of these areas. ഏതായാലും ഇതിനെ വ്യക്തമായിട്ട് നേരിടേണ്ടതിന്, ഇതിനെ തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതം. So in order to deal with the problem, we need to understand the symptoms and recognize it. ഇത് തിരിച്ചറിയണമെങ്കിൽ, ഇതിനെ നേരിടണമെങ്കിൽ, ഒന്നാമത് നമ്മുടെ രക്ഷയിൽ അടങ്ങിയിരിക്കുന്നത് നമ്മൾ കാണണം. And we first understand, in order to identify this, you need to know the salvation that you have. നമ്മുടെ രക്ഷയിൽ അടങ്ങിയിരിക്കുന്ന കാര്യം, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതാണെന്ന്, നമ്മുടെ ശരീരവും ആത്മാവും മനസ്സും എല്ലാം ശുഭമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണെന്ന്. Along with our salvation, that we are saved, and our soul and our body needs to be stable, and that is God's desire for us. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യേശു നമ്മുടെ രക്ഷകനാണ്, അവൻ നമ്മുടെ കർത്താവാണെന്നുള്ള തിരിച്ചറിവ്. And the most important thing is to know that Lord Jesus as your Savior, and He is our Lord. രണ്ടാമത്തേത്, നമ്മുടെ സെൽഫ് ഇമേജ് എന്തിലാണ് നിലകൊള്ളുന്നത് എന്നുള്ള തിരിച്ചറിവ്. And second thing, you need to understand what is our foundation of our self images. അത് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അവസാനിപ്പിച്ചത്. And that's where we ended last week. നമ്മുടെ സെൽഫ് ഇമേജ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. We do a lot of things to boost our self image. അപ്പോൾ നമ്മുടെ സെൽഫ് ഇമേജ് എന്തിലാണെന്നുള്ളത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചിന്താക്കുഴപ്പം ഉണ്ടാകും, നിരാശയുണ്ടാകും. So we will have confusion if you don't understand where our self image is founded on. നമ്മുടെ യൗവനവും നമ്മുടെ ചർമ്മത്തിന്റെ തിളക്കവും എല്ലാം എക്കാലവും നിലനിൽക്കുകയില്ല. And the brightness of your skin and our youth and all that will not last forever. താമസിയാതെ ചുളിവുകൾ വീണ ചർമ്മങ്ങൾ നമ്മൾ കാണും. Pretty soon you will see wrinkles on your beautiful skin. ബലം നഷ്ടപ്പെടുന്ന പേശികളുടെ അനുഭവം നമുക്കുണ്ടാകും. You will see your muscles are losing strength pretty soon. പല്ലുകൾ കൊഴിയാൻ തുടങ്ങും. And your teeth will fall apart. തലമുടി നരയ്ക്കാൻ തുടങ്ങും. Your hair start to gray. തലമുടി ഉള്ളവരുടെ കാര്യമാണ്. I'm talking about the ones who have hair. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ സെൽഫ് ഇമേജ് നഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. So when you see all these changes in your body, you could lose your self image. അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞോണം നമ്മുടെ സെൽഫ് ഇമേജ് എന്തിലാണ് നിലകൊള്ളുന്നത്. So we need to really understand what your self image is founded on. എൻ്റെ ലുക്കിലാണോ, ഞാൻ എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളതിലാണോ, Is it in your look or how others perceive you? എൻ്റെ നേട്ടങ്ങളിലാണോ, ഞാൻ കൈവരിച്ച നേട്ടങ്ങളിലാണോ അത് അടങ്ങിയിരിക്കുന്നത്? Is it fulfilled in the accomplishments we have in our life? എൻ്റെ വ്യക്തിത്വത്തിലാണോ? Is it in your identity? ഇതിലൊന്നുമല്ല നമ്മുടെ ഇമേജ് നിലകൊള്ളേണ്ടത്. In none of these things our image should be founded ഞാൻ on. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് മറന്നു പോകരുത്. Don't forget what I shared with you last week. My value is the worth that God places on me. എന്റെ മൂല്യം എന്ന് പറയുന്നത് ദൈവം എന്നിൽ പ്ലേസ് ചെയ്യുന്ന കാര്യമാണ് എന്റെ മൂല്യം എന്ന് പറയുന്നത്. കർത്താവിന് പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് എനിക്ക് വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചു എങ്കിൽ, if Father has sent his son to this earth to die for us, ഞാൻ അവന്റെ കണ്ണിൽ വിലയേറിയവനാണ്. and we are precious in his sight. ഹല്ലേലൂയ. Hallelujah. ദൈവം തന്നെ പറയുന്നത്, ഞാൻ നിന്നെ എനിക്ക് വിലയേറിയവനും മാന്യനുമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. And God himself says that I have chosen you as a meaningful vessel in my sight. നിന്നെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്ന കർത്താവ്. When somebody touches you, he is touching the apple of my eye. എൻ്റെ ഉള്ളം കയ്യിൽ നിന്നെ വരച്ചിരിക്കുന്ന കർത്താവ്. I have drawn you in the palm of my hand, God says. അപ്പോൾ നമുക്ക് ദൈവം ഒരു വില തരുന്നുണ്ട്. So God is given us a value for us. സമൂഹം തരുന്ന വിലയെക്കുറിച്ച് ഭാരപ്പെടേണ്ട. Don't worry about the value the society gives you. നമ്മുടെ സഹോദരങ്ങൾ നൽകുന്ന വിലയെക്കുറിച്ച് ഭാരപ്പെടേണ്ട. Don't worry about the value your brothers and sisters give you. നമ്മുടെ ശരീരം ക്ഷയിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന സെൽഫ് ഇമേജിനെ കുറിച്ച് ഭാരപ്പെടേണ്ട. Don't worry about as the body gets feeble, don't worry about those things. ദൈവം എനിക്കൊരു വില കൽപ്പിക്കുന്നുണ്ട്. God has placed a value on
my life. ഞാൻ അതിനായി സ്തോത്രം ചെയ്യുന്നു എന്ന് പറയാം. And we must say that I praise God for that value in my life. ദൈവത്തിന് എന്നെ കുറിച്ചൊരു പ്ലാനും പദ്ധതിയും ഉണ്ട്, അതുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. God has a plan and purpose for me. Because of that I praise God. 139 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, In Psalm 139, psalmist says, ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായത്, അവയുടെ ആകത്തുകയും എത്ര വലിയത്. how great are your thoughts for me, and all the sum of it I value, O Lord. എന്നെ കുറിച്ചുള്ള നിന്റെ വിചാരങ്ങൾ എന്നാ പറയുന്നത്. It is talking about your thoughts about me. നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ. Your thoughts are how weighty are those thoughts towards me. അവയുടെ ആകത്തുകയും എത്ര വലിയത്. How great are the sum of all those things. എന്നിട്ട് സങ്കീർത്തനക്കാരൻ പറയും, അവ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. But the psalmist says, if I count those, it is more than the sand in the seashore. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യും. Because of that I will do one thing. ലോകം തരുന്ന സെൽഫ് ഇമേജിനെ കുറിച്ച് ഞാൻ വറി ചെയ്യത്തില്ല. I will not worry about the self image the world gives me. ഉണരുമ്പോൾ പിന്നെ ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കും. When I wake up I will come to your presence, O Lord. നാളെ പിന്നെ നിന്റെ അടുക്കൽ ഇരിക്കും. Tomorrow I will come to you again. വരുന്ന വർഷങ്ങളിൽ നിന്റെ അടുക്കൽ പിന്നെയും ഇരിക്കും. In the coming years I will sit in your presence, O God. ജീവൻ ഉള്ളിടത്തോളം നിന്റെ അടുക്കൽ ഞാൻ ഇരിക്കും. As long as I have a breath in my lungs, I will continue to be in your presence. കാരണം ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. Because God has a plan and purpose for me. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ സെൽഫ് ഇമേജിനെ കുറിച്ചല്ല ഭാരപ്പെടേണ്ടത്. So do not worry about your self image. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് അതിലുള്ള ചില കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം. So we must examine our life, and there should be some understanding about that. നമ്മളെ ഡിപ്രഷനിലേക്ക് നടത്താൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം. There is another thing that could lead us into depression. Are we angry with somebody? നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യമുള്ളവരായിരിക്കുന്നു. നമ്മൾ കോപത്തിലാണോ ആയിരിക്കുന്നത് ആരെങ്കിലുമായിട്ട്? Are you angry with people? ഇന്ന് രാവിലെ ആരോടാ നമ്മൾ കോപിച്ചിരിക്കുന്ന മനസ്സിൽ? Any of you have anger towards somebody else? ഹലോ, ആരാണ്ടൊക്കെ ചിരിക്കുന്നുണ്ട്. Some of you are smiling. അതിന്റെ അർത്ഥം കോപത്തോടെ ആലയത്തിലേക്ക് വന്ന ചിലരേലും ഉണ്ടെന്ന്. That means some of you may have come with some anger towards somebody. ആരോടോ മനസ്സിൽ കോപിച്ചിരിക്കുന്നുണ്ട്. Who are you angry against? കർത്താവിന്റെ വചനത്തിൽ വായിക്കുന്നു, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. In Ephesians chapter 4 we read, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. if you are angry, do not sin. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. Do not hold on to that until the sun sets. പിശാചിനിടം കൊടുക്കരുത്. Don't give any way to the Satan. അപ്പൊ കോപിക്കരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. It doesn't say that don't get angry. പാപം ചെയ്യത്തക്കവണ്ണം But കോപിക്കരുത്. don't get angry that you will commit sin. കോപം വെച്ചുകൊണ്ടിരിക്കരുത്. Don't hold on to your anger. അങ്ങനെ കോപം വെച്ചുകൊണ്ടിരുന്ന് പിശാച് കേറാൻ ഇടയാകരുത്. So don't hold on to your anger. Let Satan work in your life. നമ്മുടെ കോപത്തിൽ പിശാച് പ്രവേശിപ്പാൻ ഇടയാകരുത്. Don't allow Satan to enter in your anger. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന 4-ാം സങ്കീർത്തനത്തില് In Psalm chapter 4 the psalmist says, നടുങ്ങുവീൻ പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. the psalmist says that do not sin, and in your sleep meditate on the Lord constantly. അവിടെ പല ട്രാൻസ്ലേഷൻസിലും പറയുന്ന ബി ആംഗ്രി ബട്ട് സിൻ നോട്ട് എന്ന്. And in many translations says ദേഷ്യം വരുന്നതിന് കുഴപ്പമില്ല, എന്നാൽ പാപം ചെയ്യരുതെന്നാണ് പറയുന്നത്. ദേഷ്യം വന്നു പോകും, വരാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? So anybody who does not get angry, ഇവിടെ ദേഷ്യം വരാ, ഒരിക്കലും ദേഷ്യം വന്നിട്ടില്ലാതെ ആരെങ്കിലും ഇരിപ്പുണ്ട്, കൈ ഒന്ന് പൊക്കിക്ക്. I want you to raise your hands if you never got angry. എനിക്ക് അവരെ ഒന്ന് കാണണം. I want to know them. I want to see them. ചില ചോദ്യങ്ങൾ എന്റെ പക്കലുണ്ട്. I have some questions for them. ദേഷ്യം വരാത്തവർ ആരുമില്ല, കോപിക്കാത്തവർ ആരുമില്ല. There is nobody that do not get angry. കോപിച്ചാൽ പാപം ചെയ്യാതെ ഇരിപ്പീൻ. But if you are angry, do not sin. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. Do not hold on to your anger until the sun sets. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുക, കോപത്തിൽ പിശാച് കേറാനിടയാകും. And in Ephesians Paul is saying that in your anger you give an opportunity for the Satan. ഹല്ലേലൂയ. Hallelujah. പിശാചിന് ഇടം കൊടുക്കരുത്. Don't give room for Satan. നല്ല താല്പര്യത്തോടെ കോപിച്ചാണെങ്കിൽ ഒരു കുഴപ്പമില്ല. But if you get angry for righteous things, there is nothing wrong with that. നല്ല ഉദ്ദേശത്തോടെയാണ് കോപിച്ചിട്ടുള്ളതെങ്കിൽ ഒരു കുഴപ്പമില്ല. If you have good intentions getting angry, it is okay. ഇനിയും കോപിക്കണം. You should
also continue to be angry about those things. തന്റെ പിതാവിന്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്ന കണ്ട് കർത്താവിന് കോപം വന്നു. Jesus himself was angry with the people because they made the temple of God the den of evil people. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളഞ്ഞെന്ന് എഴുതിയിരിക്കുന്ന ലിറ്ററലി യേശുവിൽ അവിടെ ഫുൾഫിൽ ആകുന്ന കണ്ടു. And you can see that prophecy is being fulfilled in Jesus, that I was angry towards your temple. എന്നാൽ പലപ്പോഴും നമ്മുടെ കോപം പ്യുവർ മോട്ടീവിൽ നിന്നല്ല. But many times our anger does not come from pure motives. ഹലോ, എഗ്രി ചെയ്യുമോ? Do you agree with us? യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളിൽ കലഹവും ശണ്ഠയും എവിടുന്നാ? James is asking, where do you have all this dissension and quarrels? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? Doesn't that come out of the carnal feelings and emotions you have in your body? അപ്പൊ നമുക്ക് കോപമുണ്ടെങ്കിൽ പ്യുവർ മോട്ടീവിൽ നിന്നല്ല. But when you get angry many times, it does not come from pure motives. എനിക്ക് എന്താ സ്ഥാനം കിട്ടാതെ പോയത്? And why didn't I get that എന്റെ opportunity? കുഞ്ഞിന് എന്താ സ്ഥാനം കിട്ടാതെ Why പോയത്? didn't my child didn't get that എനിക്ക് opportunity? എന്താ പ്രൊമോഷൻ കിട്ടാതെ പോയത്? Why did not I get promotion? എനിക്ക് അംഗീകാരമില്ലാതെ പോയത് എന്തുകൊണ്ടാ? Why didn't I get recognition? ഏറ്റവും വലിയ പ്രോബ്ലം നമ്മുടെ ഐ അല്ലേ? And many times our problem is I. ഞാൻ എന്നുള്ള ഭാവം, The thinking that I. നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗത്തിന്റെ ഇച്ഛകൾ. There are things that goes on in our body that are carnal in nature. അപ്പം പലപ്പോഴും നമ്മുടെ കോപം ഇങ്ങനെയുള്ളതിൽ നിന്ന്. So many times our anger is based on these things. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഡെഫിനറ്റ്ലി പാപം ചെയ്യും. But when you are thinking like that, you will definitely sin. മറ്റുള്ളവരെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കും. Then you start talking about others in a bad അവരെ way. എങ്ങനെയെങ്കിലും പുട്ട് ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ എഫേർട്ടും ചെയ്യും. You will make all the effort to put down people that you don't like. ഏതെങ്കിലും തരത്തിൽ അങ്ങനെയുള്ളവരെ ഇടിച്ചു താഴ്ത്തുവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. You will continue to try to suppress them or bring them down. നിങ്ങൾ ആരും അങ്ങനെ ചെയ്യാത്തതിനായിട്ട് ദൈവത്തിന് I thank God none of you will do those things. എങ്ങനെയാ ഇങ്ങനെയുള്ള ആങ്കറിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത്? So how do we deal with those type of anger? Deal with them immediately. അത് പെട്ടെന്ന് തന്നെ ആ ദേഷ്യം നമ്മൾ ഡീൽ ചെയ്യണം. വെച്ചുകൊണ്ടിരിക്കരുത്. Do not continue in that. കോപിച്ചാൽ പാപം ചെയ്യരുത്. And if you get angry, do not sin. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. Do not hold on to your anger until the sun sets. എന്നെ കേൾക്കുന്നുണ്ടോ? Are you listening to us? എത്ര പേര് എഗ്രി ചെയ്യുമെന്ന് പകൽക്കാലം? How many of you will agree with me? എന്നോട് നിങ്ങൾക്ക് ആർക്കും കോപമില്ലെന്ന് എനിക്കറിയാം. I know none of you are angry towards me. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ പാസ്റ്ററിനെ വലിയ സ്നേഹമാണ്. I know you love your pastor. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത്. I'm not talking this for നമ്മുടെ myself. അന്യോന്യ ബന്ധങ്ങളിൽ In our relationship with our brothers and sisters, കോപത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, if you are any of you are angry with your brothers and sisters, കോപം വെച്ചുകൊണ്ടിരിക്കരുത്. do not continue in that path. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. Do not hold on to that anger until the sun sets. Deal with our anger immediately. നമ്മുടെ കോപത്തിന്റെ കാര്യം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡീൽ ചെയ്യണം. Channel it properly. അത് ഒരു ശരിയായ പാതയിലൂടെ അതിനെ ശരിയായ പാതയിലൂടെ അതിനെ കൊണ്ടുപോകണം. അല്ലേ? നമ്മൾ പ്യൂർ മോട്ടീവിൽ നിന്നാണോ നമ്മൾ കോപിച്ചത് നോക്കണം. We need to identify, did we get angry from pure motives? Impure motives ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനായിട്ട് കർത്താവിന്റെ കരത്തിൽ കൊടുക്കണം. If you have impure motives, give it yourself to God to purify you. അല്ല നമ്മുടെ സഹോദരങ്ങളെ കുറിച്ചുള്ള വലിയ തീഷ്ണത കൊണ്ടാണെങ്കിൽ, and if you are zealous for your brothers, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. we should start praying for them. ഹല്ലേലൂയ. Amen. പലപ്പോഴും ഡിപ്രഷനിലേക്ക് നമ്മൾ പോകുന്നതിന്റെ കാര്യം, many times we go through depression because of these things. നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കോപം, because of the anger that you hold within yourself. സിസ്റ്റത്തിനോടുള്ള കോപം, and you are angry towards a system, ഈ തലമുറയോടുള്ള കോപം, and angry towards the next generation, ചർച്ചിനോടുള്ള കോപം, angry towards the church, വർക്ക് പ്ലേസിലെ കോപം, and angry at workplace, പഠന സ്ഥലത്തെ കോപം, angry in the school or establishments of education. കോപിച്ചു പോകും പല സാഹചര്യങ്ങളിൽ. Many times you get angry. എന്നാൽ ദൈവത്തിന്റെ വചനം പറയാം, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. But says be alert and do not sin. ഹല്ലേലൂയ. Hallelujah. കോപിക്കാതിരിക്കുക മാത്രമല്ല, not only that we should get angry, നമ്മളെ
ഏറ്റവും അധികം ഡിപ്രഷനിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം ഇല്ലാതെ പോകുന്നത്. The many times that we lead to depression because we don't have the really desire or understanding of the word of God. ഇത് പെന്തക്കോസ്ത് ചർച്ചല്ലേ? This is the Pentecostal church. ഇവിടെ ഇത് പ്രസംഗിക്കേണ്ട കാര്യം. Is there a need for me to preach about that? ദീർഘവർഷങ്ങളായിട്ട് വചനം കേട്ടും പഠിച്ചും അറിഞ്ഞും ഒക്കെ ഇരിക്കുന്നവരാ ഇവിടെ ഇരിക്കുന്നത്. Many years you have been hearing the word of God and studying the word of God. ദൈവവചനത്തെക്കുറിച്ച് എത്ര ഗ്രാഹ്യമുണ്ട് നമുക്ക്? So how many of you truly have a true knowledge of the word of God? യേശു കർത്താവ് പറഞ്ഞു, മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. In Matthew chapter 22 we read verse 29. അവിടെ നമ്മൾ വായിക്കുന്നതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. And it is written that you go astray because you don't know the word of God and you don't recognize it. നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്നത് ദൈവത്തിന്റെ വചനം അറിയാത്തത് കൊണ്ട്. Many times you will go make mistakes because we don't understand the scripture. നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്നത് ദൈവത്തിന്റെ വചനം ഏറ്റെടുക്കാത്തത് കൊണ്ട്. Many times we don't make mistakes because we don't accept the word of God. ദൈവത്തിന്റെ വചനം നമ്മുടെ ധ്യാന വിഷയമല്ല. The word of God is not part of our meditation. എത്ര പേർക്ക് പറയാൻ പറ്റും ദൈവത്തിന്റെ വചനം എൻ്റെ ധ്യാന വിഷയമാണ്? How many of you can truly say that my meditation is the word of God? സങ്കീർത്തനക്കാരൻ പറയാ, 1-ാം സങ്കീർത്തനത്തിൽ രാപകൽ നിന്റെ വചനത്തെ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്നു. Psalmist says in Psalm 1, for day and night I meditate on your word of God. നമുക്ക് ധ്യാനിക്കാൻ മറ്റേ ഒത്തിരി കാര്യങ്ങളുണ്ട്. We have many other things to meditate on. ഞാൻ വായിച്ചു ഒരു പെൺകുട്ടിയെ കുറിച്ച്. I've read about a young lady. സ്റ്റേസി ഇർവിൻ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി. സംഭവ കഥയാണ്. It is a true story. Her name was Stacey Irwin. ഡെയിലി കഴിക്കുന്ന ചിക്കൻ നഗറ്റ്സ് മാത്രമായിരുന്നു. She only ate chicken nuggets daily. പിന്നെ ഒരു ഫ്രൂട്ടോ ഒരു വെജിറ്റബിളോ ഒരിക്കലും കഴിക്കില്ലായിരുന്നു. And she did not like to eat fruits or vegetables ഡെയിലി ചിക്കൻ നഗറ്റ്സ് മാത്രം. every day chicken nuggets. പിന്നെ അതിന്റെ കൂടെ വല്ലപ്പോഴും ഫ്രഞ്ച് ഫ്രൈസ് കൂടെ. Sometimes she added french fries to that. ഏറ്റവും നല്ല കോമ്പിനേഷൻ അല്ലേ? Great combination. അപ്പം ഒരു സമയമായപ്പോഴേക്കും അവിടെ നാവ് അങ്ങ് സ്വെല്ല് ചെയ്യാൻ തുടങ്ങി. So after a while her tongue got swelled up. ആ നാക്കങ്ങ് സ്വെല്ല് ചെയ്തിട്ട് അവർക്ക് ശ്വാസം ഇടാൻ മേലാതുപോലെ വിടാൻ മേലാത്തപോലെ എയർവേ അങ്ങ് ബ്ലോക്കായി. And her tongue got swelled up so much that she couldn't breathe or the air couldn't come out. അവളെ റഷ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. She was rushed to the hospital. എന്നിട്ട് അവൾക്ക് IV കൊടുക്കാൻ തുടങ്ങി. They started pumping in nutrients into her body. And they started giving her IV and the nutrients. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ അവളെ സേവ് ചെയ്തു. And she was saved after a while. അത് കഴിഞ്ഞ് അവളെ വീട്ടിൽ മടങ്ങിപ്പോയി. When she came back home. അപ്പോൾ മെഡിക്കൽ സ്റ്റാഫ് അവളോട് ഒരു ഉപദേശം പറഞ്ഞു. And the medical staff gave her an advice. You needed to change your diet. നിന്റെ ഡയറ്റ് നീ ചേഞ്ച് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. Or prepare yourself for an early death. അല്ലെങ്കിൽ നീ പെട്ടെന്ന് ഏർലി ആയിട്ട് മരിക്കേണ്ടത് നീ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിലേതെങ്കിലും ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. If one of these things, two things will happen. അപ്പോൾ നീ ജീവിച്ചിരിക്കണമെങ്കിൽ നിന്റെ ഡയറ്റ് മാറ്റണം. If you want to live, you need to change your diet. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മൾ തുടരണമെങ്കിൽ ഡയറ്റ് ഒന്ന് മാറ്റണം കേട്ടോ. But if you want to continue in your spiritual life to be healthy, you need to change your diet. ഈ ബൈബിൾ നിങ്ങൾ മാറോട് അടുക്കി പിടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് പൂർണ്ണ വിശ്വാസം വരുന്നില്ല. And many times you say, I hold on to this word of God, but I don't truly believe all that. ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഈ വർഷം അവസാനിക്കുമ്പോൾ ഈ ബൈബിൾ മുഴുവൻ വായിച്ച് തീർത്തത് എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ ചർച്ച് മുഴുവൻ എഴുന്നേറ്റ് നിൽക്കും. I will believe that when the whole church raised their hands at the end of the year. I ask how many of you read the whole thing. ഇതെല്ലാം കൂടെ വായിക്കാനായിട്ട് ഒരു സമയം അവധി എടുത്ത് വെക്കാനായിട്ട് പോകരുത്. And don't take a few days off or a few weeks off to read the whole thing. ദിനംതോറും ദൈവത്തിന്റെ വചനം ഏറ്റെടുക്കണം. You should take this word of God daily on a daily basis. വചനമില്ലാത്ത അവസ്ഥയെ ദൈവത്തിന്റെ വചനം എന്തുവാ പറയുന്നതെന്ന് അറിയാമോ? Do you know where there is lacking of the word of God? Bible calls it a famine. ദൈവവചനം അത് പറയുന്നത് ഒരു ഫാമിൻ ആണ്. This is a famine. ആമോസിന്റെ പുസ്തകത്തിൽ ദൈവം പറയുക, in the book of Amos the word of God says, ഞാൻ അവരുടെ പല്ലിന് ക്ഷാമം അയക്കും, ശുദ്ധി വരുത്തും. And I will give a famine to their teeth. അവരുടെ പല്ലിന് ശുദ്ധി വരുത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? Do you know how I want to clean their teeth? അവർക്ക് കഴിക്കാനൊന്നും കാണത്തില്ല. They will not have anything to eat. എന്ത് കഴിക്കാൻ കാണുകയെന്നാ പറയുന്നത്? He is saying, what will they not have? വചനമില്ലാത്ത അവസ്ഥ. I will give them a famine where there's no word of God. വചനമില്ലാത്ത അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടോ? Any of you have that experience in your life? You lack the വചനം word. ക്യാരി ചെയ്യാത്തവര്, The ones who do not carry this word. ഹല്ലേലൂയ. Amen.
അനേക പോൾസ് അമേരിക്കയിൽ നടത്തിയത് സർവേസ് നടത്തിയതിന്റെ റിസൾട്ട് ഞെട്ടിക്കുന്നതായിരുന്നു. And many of the surveys in America, that was very alarming. അതിനകത്ത് അവർ റിസൾട്ടിന്റെ കൂട്ടത്തിൽ പറഞ്ഞു അമേരിക്കൻസ് റിയലി റിവേർ ദ ബൈബിൾ. അവർ പറഞ്ഞു അമേരിക്കൻസിന് ബൈബിൾ വളരെ ഇഷ്ടമാണ്. But they don't, by and large, they don't read it. But പലരും അത് വായിക്കാറില്ല. എത്ര ബൈബിൾസ് നമുക്കൊക്കെ ഉള്ളത്? How many Bibles we have? ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ ഏറ്റവും അധികം കിട്ടുന്നത് ബൈബിൾസാണ്. Many times the lost and found is full of Bibles. നമ്മുടെ പ്യൂസിലൊക്കെ പലപ്പോഴും കാണാം. I see them laying around in our pews. കാറിൽ തന്നെ ഒന്നിൽ കൂടുതൽ കോപ്പീസ് ഉണ്ട്. And I see them multiple copies in the car. വീട്ടിൽ ധാരാളമുണ്ട്. In the house they're full of Bibles. ഏകദേശം എല്ലാ മുറികളിലും ബൈബിൾ In ഇരിപ്പുണ്ട്. every room there is a Bible. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, But there's only one problem. വായിക്കുന്നില്ല. We don't meditate or we don't read on. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ഒരു ബിബ്ലിക്കൽ ഇല്ലിറ്ററേറ്റ്സിന്റെ ഒരു നേഷനായിട്ട് ഈ രാജ്യം തീർന്നു. This country have become an illiterate nation of biblical understanding. God helps those who help themselves എന്നുള്ളത് വാക്യം ഏത് പുസ്തകത്തിലാണെന്ന് പറയാമോ? Any of you know the scripture or the verse where God helps them help those who help themselves? കുഞ്ഞുണിച്ചാൻ എന്നെ വെട്ടിയല്ലോ. നിങ്ങൾ ആരെങ്കിലും ഒരു സംശയം വല്ലതും പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ ചോദിച്ചത്. I was wondering if any of you have doubt about that verse. പക്ഷേ അമേരിക്കയിൽ 50% അധികം ആളുകളും വിശ്വസിക്കുന്നത് ഇത് ബൈബിളിലുള്ള വാക്യമാണ്. But many people, almost more than 50%, believe that is a scripture from the word of God. ഒരാളോട് പൗലോസിന്റെ ശൗലിന്റെ കൺവേർഷനെ കുറിച്ച് പറഞ്ഞു. Somebody was talking to somebody about Paul's conversion. അദ്ദേഹം അപ്പം ചോദിച്ചു, അത് പിന്നെ ഇസ്രായേലിന്റെ ആദ്യ രാജാവായ ശൗൽ തന്നെയല്ലേന്ന്. And there somebody asked them, isn't that the first king of Israel, Saul? പറഞ്ഞു മനസ്സിലായോ? Do you understand what I'm saying? എത്ര യുനോ 10 കൽപ്പന ഒരുമിച്ചൊന്ന് പറയാൻ പറഞ്ഞ എത്ര പേര് പറയും? How many of you can say that the 10 commandments? പകുതി കൂടുതൽ പറയാൻ 65% പേർക്കും കഴിയില്ല. 65% of the people could not say the 10 commandments. ചുമ്മാതെയല്ല 10 കൽപ്പന ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. And that is why they break the 10 commandments all the time. സോദോം ഗൊമോറയെ കുറിച്ച് ചോദിച്ചപ്പം പറഞ്ഞു അവര് ഭാര്യയും ഭർത്താവുമായിരുന്നു എന്ന് പറഞ്ഞു. As they were talking about Sodom and Gomorrah, they said as a husband and wife. ജോൻ ഓഫ് ആർക്ക് ആരായിരുന്നു എന്ന് ചോദിച്ചപ്പം പറഞ്ഞു അത് നോഹയുടെ ഭാര്യയായിരുന്നു. ജോൻ ഓഫ് ആർക്ക്. Oh, Joan of Arc, who was that? That was Noah's wife, somebody said. Sermon on the Mount പ്രസംഗിച്ചതാരാ? Who's preached the Sermon on the Mount? പലരും പറയുന്നു ബില്ലി ഗ്രാം ആണ്. Many people say Billy Graham. You know, ഇത് തമാശയ്ക്ക് വേണ്ടി പറഞ്ഞത് മാത്രമല്ല. I'm not trying to amuse you with these things. Satan is trading our ignorance of the word of God. നമ്മുടെ ദൈവവചനത്തിലെ ഇഗ്നോറൻസിനെ സാത്താൻ അത് വളരെ ഉപയോഗിക്കുന്നുണ്ട്. ദൈവവചനത്തിന്റെ ശക്തി നമ്മൾ മറന്നു പോവുകയാണ്. We have forgotten the power of the word of God. യേശു കർത്താവ് പറഞ്ഞ പോലെ തിരുവെഴുത്തും ദൈവശക്തിയും അറിയായിക കൊണ്ട് നമ്മൾ തെറ്റിപ്പോവുകയാണ്. And Jesus said, because you are ignorant about the word of God, you fall astray. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായി തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. The word of God is life, and it goes into your body and divide your body, and that is powerful. The word of God is. Amen. Amen. ദൈവത്തിന്റെ വചനത്തെ ഇഗ്നോർ ചെയ്യുന്തോറും നമുക്ക് സാധ്യതയുണ്ട് ഈ വിഷാദങ്ങളിലേക്ക് ഇങ്ങനെ പോകാനായിട്ട്. As you ignore the word of God, it is possibility that you will go into depression. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലും
മറ്റു പ്രയാസങ്ങളിലൊക്കെ നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റണമെങ്കിൽ if you want to face difficulties, if you want to stand firm when you face difficulties, ദൈവത്തിന്റെ വചനം ഇങ്ങനെ അകത്ത് കയറിക്കൊണ്ടിരിക്കണം. and the word of God should work within us. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞതിന്റെ വാക്കുകളെ ഇന്ന് അവസാനിപ്പിക്കും. There are many things I want to convey, but a couple more things that we will close. അൺഫർഗിവ്നെസിന്റെ സ്പിരിറ്റ് നമ്മിലുണ്ടോ? Unforgiveness. If you have the spirit of unforgiveness within you, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. you are not able to forgive others. നമ്മൾ എന്തുമാത്രം ക്ഷമ പ്രാപിച്ചവരാണ് നമ്മൾ മറന്നുപോയി. We forget that many times how much mercy that we have received. ഇന്നും ദൈവത്തിന്റെ അടുക്ക ചെല്ലുമ്പം നമ്മൾ ക്ഷമ ചോദിക്കുക കർത്താവിനോട്. Every day we go to the Lord and ask for forgiveness. കർത്താവ് പറഞ്ഞു, freely freely you have received, freely freely give. നിങ്ങൾക്ക് ലഭിച്ചു, ഫ്രീ ആയിട്ട് ലഭിച്ചു, അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞു. നമുക്ക് പാപക്ഷമ, സ്വാതന്ത്ര്യം എല്ലാം ഫ്രീ ആയിട്ട് ലഭിച്ചതാണെങ്കിൽ, സൗജന്യമായി ലഭിച്ചതാണെങ്കിൽ മറ്റുള്ളവർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റും. And if we have received forgiveness of our sins as free, then we should be able to do the same for others. ദൈവസഭ forgivenessന് ഒരുങ്ങുന്ന ആളുകളുടെ കൂട്ടമായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു. If the church of God was a body of people who are willing to forgive, how beautiful that church would be. എന്നാൽ ക്ഷമിക്കുവാൻ നമുക്ക് പറ്റുന്നില്ല. But many times we are not able to forgive. ക്ഷമയില്ലാത്ത ചിന്തകളും മറ്റുള്ളവരെ കുറിച്ചുള്ള വിചാരങ്ങളും ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. Many times we are full of unforgiveness inside of us. അത് നമ്മളെ കയ്പിലേക്ക് കൊണ്ടുപോകും. And that will lead us to bitterness. കയ്പ് നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. Well, bitterness will lead us into depression. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ നമ്മളെ തന്നെ ഇങ്ങനെ ബന്ധനത്തിലാക്കുക. When we don't forgive others, we are bound by our own unforgiveness. ചിലപ്പോൾ നമ്മൾ അറിയാതെ പറയും, ഞാൻ ക്ഷമിച്ചു. And we will say for a sake that I have forgiven you. എന്നാലും അകത്തു നിന്നുള്ള ആ ബന്ധനം മാറിയിട്ടില്ല. But the bondage that inside of it is not broken. പലരെയും നമ്മൾ ഇപ്പോഴും ബന്ധനത്തിൽ വെച്ചുകൊണ്ടിരിക്കുക. And many people you have kept that in our bondage. അത് നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. And that will lead us into depression. വ്യാകുലതയിലേക്ക് കൊണ്ടുപോകാൻ And സാധ്യതയുണ്ട്. that will lead us into worry. അതുകൊണ്ട് നമുക്ക് ബന്ധനത്തിൽ കഴിയണ്ട. We don't want to be in that bondage. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരാകാം. We should be the ones that forgive others. ക്രിസ്തു നമ്മോട് ക്ഷമിച്ചതുപോലെ Just like Christ has forgiven us, നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം we should ഇടയാകട്ടെ. be able to forgive others. ദൈവം നമ്മോട് ക്ഷമിച്ചു എന്ന് ഓർക്കാൻ നമുക്ക്. Let us always remember God has forgiven us. ദൈവത്തിന്റെ ക്ഷമയുടെ ആകത്തുക ഓർക്കാം. Let us remember the sum of God's forgiveness towards us. ഹല്ലേലൂയ. Hallelujah. നമ്മളിൽ എത്ര പേര് സെൽഫ് പിറ്റിയോട് ഇന്ന് വന്നിട്ടുണ്ട്? How many of you are sitting here with self-pity? സെൽഫ് പിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. And everybody understand what self-pity means? സ്വയം സഹതാപം തോന്നുക. Feeling sorry for yourself. ഞാൻ എത്ര നല്ലവനാ, How a good person that I am. ഞാൻ എത്ര അധ്വാനിച്ചതാ, I have worked very hard, എന്നാൽ എനിക്ക് ഇതൊക്കെയാ വെച്ചിട്ടുള്ളത്. but this is what's left for me. മറ്റുള്ളവരൊക്കെ നോക്കിക്കേ, Look at all the other people. അവരൊന്നും ഇങ്ങനെയല്ല. They are not like me. ഞാനാകട്ടെ കർത്താവിന് വേണ്ടി ജീവിച്ചതാ. I lived all my life for the Lord. ഞാനാകട്ടെ കർത്താവിന് വേണ്ടി എത്ര അധ്വാനിച്ചു. I have labored for the Lord so much, പക്ഷേ എനിക്കിതാ കിട്ടിയത്. but this is what I got. അങ്ങനെ പറയുന്നവരുണ്ടോ? How many of you say that? ഏലിയാവ് അത് പറഞ്ഞുകൊണ്ടിരുന്നു. Elijah talked like that. കർത്താവേ, ഞാൻ ഒറ്റ ആളെ ഉള്ളിനി. I am the only one left, ഞാൻ Lord. നിനക്ക് വേണ്ടി ഒരുപാട് ശുഷ്കാന്തിച്ചു. I was so zealous for you, O അവരിപ്പോ Lord. എന്നെയും കൊല്ലാൻ തോന്നുകയാ. But Ahab is coming after us. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാ. But he is talking like that. സ്വയ സഹതാപത്തിൽ മൂടിയുള്ള ജീവിതം. And that just to be covered in self-pity. സ്വയ സഹതാപത്തിൽ നിന്ന് പുറത്തു വരുന്നത് വരെയും Until and unless you come out of self-pity, നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുകയില്ല. we will never have freedom. ഹല്ലേലൂയ. Hallelujah. ഒരുപക്ഷെ പലരും ഇന്ന് രാവിലെ അങ്ങനെ ആയിരിക്കുക. Many of you may be in self-pity this morning. മാർത്ത അങ്ങനെയായിരുന്നു. Martha was like that. ഞാൻ ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. Lord, I worked very എന്റെ hard. സഹോദരിയെ നോക്കിക്കേ, മറിയെ നോക്കിക്കേ. Look at my sister Mary. അവളാണെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക. She does not do anything. നീ കാണുന്നില്ലയോ കർത്താവേ? Lord, you don't see that? ഞാൻ എത്ര കുഴങ്ങിയിരിക്കുക നിന്റെ ശുശ്രൂഷയില്. I am tired in your service, O Lord. പാസ്റ്റർമാർക്ക് തോന്നുന്നതാ. That's what happens to pastors all. കർത്താവിന്റെ വേല ചെയ്യുന്ന പലർക്കും തോന്നുന്നത്. And those who do the work of the Lord feels that way.
പാട്ട് പാടുന്നവർക്ക് തോന്നുന്നതാ. And those who sing the worship, they feel that way. പ്രസംഗിക്കുന്നവർക്ക് Those തോന്നുന്നതാ. who preach, they feel that way. പല ശുശ്രൂഷകളും ചെയ്യുന്നവർക്ക് തോന്നുന്നതാ. And if you are involved in many ministry, you will ഞാൻ feel that way. എത്ര ഓടി, ഞാൻ എത്ര I അധ്വാനിച്ചു. have ran a race and how much I ഈ labored. സെൽഫ് പിറ്റിയിൽ നിന്ന് നമുക്കൊരു പുറത്തു വരണം. We must deliver ourselves from this self-pity. ശുശ്രൂഷ ഉണ്ടെങ്കിൽ അത് വലിയൊരു പ്രിവിലേജ് ആയിട്ട് You need മനസ്സിലാക്കണം. to consider, if you have a ministry, that should be a privilege. ഇന്ന് രാവിലെ ദൈവവചനം പഠിപ്പിച്ചതുപോലെ Just like we heard in the morning. മിനക്കെട്ട് നിന്നിടത്ത് നിന്ന് കർത്താവ് വിളിച്ചു വേർതിരിച്ചാക്കിയതാ. These people were standing around, God called them into ministry. അവര് അതോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാകണം. We should be thanking God because of that. എന്റെ കർത്താവേ, നിന്റെ വചനം ഏന്തുവാൻ എനിക്ക് അവസരം കിട്ടിയല്ലോ. Lord, I had an honor and a privilege to carry your ഈ word. ശുശ്രൂഷയ്ക്ക് യോഗ്യനെന്ന് കരുതി എന്നെ വിളിച്ചല്ലോ. You have considered me worthy for your ministry, O നന്ദി Lord. കർത്താവേ എന്ന് പറയണം. We should be thankful to God for that. ഹല്ലേലൂയ. Hallelujah. സെൽഫ് പിറ്റിയിൽ നിന്ന് പുറത്തു വരണം. We need to come out of self-pity. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് ഓർപ്പിക്കാനുണ്ട്. I want to remind you something very important. നമ്മളിൽ ആരെങ്കിലും ഒക്കൾട്ട് പ്രാക്ടീസസോ ഫോൾസ് ടീച്ചിങ്സിന്റെ പുറകെ പോകുന്നുണ്ടോ? If any of you are practicing occult or false teaching, ആസ്ട്രോളജി, astrology, ആസ്ട്രോണമി അല്ല. astrology and astronomy are two different things. ഒന്ന് വാനശാസ്ത്രമാ, സയന്റിഫിക് സ്റ്റഡിയാ. One is a scientific study talking about the space. എന്നാൽ അസ്ട്രോളജി എന്ന് പറയുന്നത് അൺസയന്റിഫിക്കാ. Astrology is something founded unscientific. അത് ഈ നക്ഷത്രങ്ങളുടെ ഒക്കെ പൊസിഷനും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. And it is talking about the sign and the stars and the lining of stars and all that. അതിന്റെ പുറകെ പോകുന്നവരെ രാഹുവും കേതുവും ശനിയും ശുക്രനും വ്യാഴവും എല്ലാം പറയുന്നത്. And they talk about the stars and the signs of the stars and all these things. നമ്മളീ പലരും ഒക്കെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവരാ. Many of us have talked about those things. വിവാഹത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ രാഹുകാലം കഴിഞ്ഞ് തന്നെ ഇറങ്ങണം. And as you're going to the wedding, you need to look at the stars in the time of the day. തലപോയ സർപ്പം വഴി കിടപ്പുണ്ട്. And there is a snake that is lacking head. അപ്പൊ അതിനെല്ലാം ഒരു പ്രത്യേക ടൈം ഉണ്ട്. And there was a time for everything. ഇതെല്ലാം നമ്മളെ പലരും അറിയാതെ പാലിച്ചുകൊണ്ടിരുന്നോരാ. So many of us have followed these blind things as growing up in India. ഞാൻ ഇന്നലെ നമ്മുടെ വചന പഠനത്തിന്റെ ഭാഗമായിട്ട് വായിച്ചപ്പോൾ അതിനോട് ചേർന്നൊരു വാക്യം കണ്ടു. So I saw a scripture along with that as I was studying. യിരെമ്യാ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. In Jeremiah chapter 10 verse 2. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. Yes. Go ahead. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്, ലോകത്തിലെ ജാതികളല്ലോ അവ കണ്ടു ഭ്രമിക്കുന്നത്. And Jeremiah 10:2 says, do not learn the ways of the nations or be terrified by the signs in the sky, though the nations are terrified by them. എത്ര പേര് അഗ്രി ചെയ്യും? How many of you will agree with me? കർത്താവിന്റെ പുറകെ ഇറങ്ങിയിട്ട് That you came after serve God. പിന്നെ നമ്മൾ രാഹുവിനെ പേടിക്കണോ? But രാഹുകാലത്തെ do പേടിക്കണോ? we need to go back and look at the signs in the പിന്നെ sky? നമ്മൾ ശനിദശയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ? And do we need to talk about the signs of what we അല്ലെ are? ശുക്രദശയാണെന്ന് പറയണോ? And we need to talk about the Mars or the other planets? ഇവിടെ കർത്താവിന്റെ വചനം പറയാ, നിങ്ങൾ ഈ ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ടൊന്നും ഭയപ്പെടരുത്. And the word of God says, do not worry about the signs in the sky. ജാതികളല്ലോ അവ കണ്ടു ഭ്രമിക്കുന്നത്. And those are the nations are afraid of those things. ആമേൻ പറയാമോ? Can you say amen? ഹല്ലേലൂയ. Hallelujah. എത്ര പേര് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? How many of you practice yoga? കൈവക്കണ്ട. I don't want you to raise your hands. അറിയാതെ നമ്മൾ അൺക്രിട്ടിക്കൽ അക്സെപ്റ്റൻസ് ഉണ്ട് പലതിനും. And we fall into this acceptance of things that we rejected once. ഒറിജിൻ നമ്മൾ തിരിച്ചറിയണം. We need to understand the origin of these things. ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണെന്ന് തിരിച്ചറിയണം. You need to understand where those things came from. ചുമ്മാ ലോകത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടോണ്ട് അതിന്റെ പിറകെ പോകരുത്. Don't just follow something blindly because somebody is doing it. പിശാചിന് ഇടം കൊടുക്കരുത്. Don't give an inch to the Satan. അത് ഹിന്ദു ഫിലോസഫിയുടെ ഭാഗമായിട്ട് വന്നതാ. As you know that yoga is part of the Hindu philosophy. ഹിന്ദു വേദാസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാ. That originated from the Hindu Vedas. അതിന്റെ ഡിഫറെന്റ് ആസനാസും മന്ത്രാസും എല്ലാം
അങ്ങനെയുള്ള ദൈവങ്ങളെ സ്തുതിക്കുന്നതും അതിന്റെ പ്രകീർത്തിക്കുന്നതുമാണ്. All the mantras and the different positions of all that came and worshiping Hindu gods. So please be careful. അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, Let me tell my young people, ഇന്ന് സ്കൂളുകളില് കോളേജുകളിലൊക്കെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. in colleges and schools that is promoted as part of the curriculum. സെന്റേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. It is also promoted in the social centers. UN-ൽ അതിനു വേണ്ടി ഒരു ദിവസം വേർതിരിച്ചു. The UN has separated a day for yoga. പക്ഷേ എന്നെ നിങ്ങളെ അതിന് കിട്ടരുത്. But do not fall into that trap. അന്യ ദൈവ ആരാധനയ്ക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കരുത്. Do not commit ourselves to worship an evil god. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കരുത്. Do not surrender your children for that. അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. You need to tell them about those things. ഹാലോവിൻ എന്ന് കേട്ടാൽ ഉടനെ അതിന്റെ പുറകെ ചാടും. When you hear about Halloween and jumping after that. അതിലെ ആ ഡീമൺസ് എല്ലാം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കണ്ടാൽ ഒരു പ്രയാസവും ഇല്ല. There is no problem with all the demons. ക്യാൻഡി മേടിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങും. You go get candy from those demons. Let us distinguish all these. നമ്മൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നോട് പിണങ്ങിയാലും കുഴപ്പമില്ല. Even if you get mad at me, that's okay. ഈ സത്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. I have to share these truths with you. അറിഞ്ഞും അറിയാതെ നമ്മൾ പിശാചിന് ഇടം കൊടുക്കുക. Knowingly or unknowingly giving room for Satan. നമുക്ക് അതിന് ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ട്. We make a lot of excuses for those things. നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടേക്കാം. We may be isolated in your community. സഭയിലും ഒറ്റപ്പെട്ടേക്കാം. You may be isolated in church. പക്ഷെ ദൈവവചനത്തിന്റെ സത്യത്തിനായിട്ട് നിൽക്കണം. But you must stand for the truth of the word of God. പാസ്റ്റർ പറഞ്ഞുകൊണ്ടൊന്നുമല്ല. Not because your pastor said. ദൈവവചനം എന്ത് പഠിപ്പിക്കുന്നു? What does the Bible teach us? അതിനായിട്ട് നിൽക്കണം. We should stand for those എത്ര things. പേര് ആമേൻ പറയും? How many of you will say amen? ഞാൻ എൻ്റെ വാക്കുകളെ Let അവസാനിപ്പിക്കാം. me conclude here. ഇതെല്ലാം നാം ചെയ്യുമ്പോൾ As we do all these things, പിശാചിന് ഇടം കൊടുക്കുക. we are giving room for Satan. ഹല്ലേലൂയ. Hallelujah. ഞാൻ നിങ്ങളും അത് ചെയ്യാനിടയാകരുത്. Let us not practice that. നമ്മുടെ ചർച്ച് വേറിട്ട് നിൽക്കുന്ന Our ചർച്ചായിരിക്കും. church should be something that is separated. മലമേലിരിക്കുന്ന പട്ടണം, Just like the city that was on the hills. ക്രിസ്തുവിന്റെ വെളിച്ചം പരത്തുന്ന പട്ടണമായി. And the city that spreads the good news of ഓ Jesus. നമുക്ക് നിലനിൽക്കാം. Let us stand firm. ഉപദേശ സത്യത്തിൽ നിൽക്കാം. Let us stand from the word of God. ദൈവ വചനത്തിൽ നമുക്ക് നിൽക്കാം. Let us stand for the truth of the word of God. അനേക കാര്യങ്ങളുണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. And there's more things to continue. ഇന്ന് നമുക്ക് നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ Let us surrender ourselves in the presence of God. പ്രാർത്ഥിക്കാം. Our Heavenly Father, we thank you for this day. Thank you for leading us into the truth, Lord. Many times the world disguises and packages it in a way that we fall for those things, Lord. But help us to truly identify and understand the word of God so we can recognize those dangers in front of us. oh Amen. God. None of us, Lord, will Hallelujah. fall for those things, Lord. And I pray for our children, Lord, that is being packaged to them in their college campuses, that is being packaged to them in their schools, Lord. Make it as part of a normal daily life. Father, I pray, give us the wisdom to understand it and teach our children those every day, Lord. I pray for protection over them, oh Father. Amen. Continue to keep us from depression and anxiety, and Yes. help us to continue to follow your word, oh God. Meditate on it. Any of us have unforgiveness in us, oh God. Yes. Help us out of that jail cell, Lord, to be liberated, Amen. to ask for forgiveness, just like you have forgiven us, oh God. Thank you for strengthening your servant to preach your word, Lord. And we pray for those who are listening to us online. I pray that the Holy Spirit will continue to deal with them, oh God. We thank you and we praise you. In Jesus' name we pray. Amen. Thank you, sir. Thank you.